പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2026 ഡിഗ്രി അഡ്മിഷൻ നടപടികൾ കഴിഞ്ഞ ജൂൺ 2 ആരംഭിച്ചു. അതിൻ്റെ രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് അഡ്മിഷൻ താല്പര്യമുള്ള ആളുകൾക്ക് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 12 അവസാനിക്കാൻ പോവുകയാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് ഇതിൻ്റെ അലോട്ട്മെന്റ് തീയതികളിലാണ്. ട്രയൽ അലോട്ട്മെന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, ഈ കാര്യങ്ങളൊക്കെയാണ് വിദ്യാർത്ഥികൾക്ക് അറിയാൻ താല്പര്യമുള്ളത്. അതിൻ്റെ അലോട്ട്മെന്റ് ഷെഡ്യൂൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി, PG, B.Ed കോഴ്സുകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളത് ജൂൺ 2, അവസാനിക്കുന്നത് ജൂൺ 12. ട്രയൽ അലോട്ട്മെന്റ് ജൂൺ 17 പബ്ലിഷ് ചെയ്യും. ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ജൂൺ 17 മുതൽ ജൂൺ 19 വൈകുന്നേരം 3 മണി വരെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. എഡിറ്റിംഗ് പറഞ്ഞാൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID വഴിയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാം. പുതുതായിട്ട് ഓപ്ഷനുകൾ ആഡ് ചെയ്യാം. പുതിയ കോളേജ്, കോഴ്സ് ആഡ് ചെയ്യാം. നിലവിൽ കൊടുത്ത കോളേജുകൾ, ഓപ്ഷനുകളൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു പരീക്ഷണാടിസ്ഥാനത്തുള്ള അലോട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ അതിലെ അലോട്ട്മെന്റ് കിട്ടി എന്നുള്ളതിന് ഉറപ്പല്ല. ജൂൺ 22 ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വിദ്യാർത്ഥികൾക്ക് മാൻഡേറ്ററി ഫീ അടക്കണം. മാൻഡേറ്ററി ഫീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാൻഡേറ്ററി ഫീ അടച്ചെങ്കിൽ മാത്രമേ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുള്ളൂ. അതിന്റെ ഡീറ്റെയിൽ ആ സമയമാകുമ്പോൾ നിങ്ങളുമായി പങ്കുവെക്കും. മാൻഡേറ്ററി ഫീ നിർബന്ധമായിട്ടും അടക്കണം. 550, 650 അതിന്റെ ഡീറ്റെയിൽ ആ സമയമാകുമ്പോൾ അറിയിക്കും. മാൻഡേറ്ററി ഫീ ഓൺലൈനിൽ അടക്കാം. മാൻഡേറ്ററി ഫീ അടച്ച വിദ്യാർത്ഥികളെ മാത്രമേ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് 26 വരെ ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രകാരം മാൻഡേറ്ററി ഫീ അടക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് മാൻഡേറ്ററി ഫീ അടച്ച് ആളുകളെ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും. അതേപോലെ തന്നെ അലോട്ട്മെന്റ് കിട്ടാത്തവരെയും സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും. ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി മാൻഡേറ്ററി ഫീ അടച്ചിട്ടില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കില്ല. അങ്ങനെ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും. എനിക്ക് 8ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. അതിന് മുകളിലുള്ള ഏതെങ്കിലും ഓപ്ഷനുകൾ 1 മുതൽ 7 വരെയുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് വേണ്ടത് 22 മുതൽ 24 വൈകുന്നേരം 5 മണി വരെ ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് 29 പബ്ലിഷ് ചെയ്യും. ഫസ്റ്റ് അലോട്ട്മെന്റ് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ അത് തന്നെയാണ് കിട്ടുക. അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ മുകളിലെ ഹയർ ഓപ്ഷനുകളാണ് ലഭിക്കുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് 29 പബ്ലിഷ് ചെയ്യും. സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് മാൻഡേറ്ററി ഫീ അടക്കാനുള്ള സമയമാണ് 29 മുതൽ ജൂലൈ 2 വരെ. അതിനിടയിൽ കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. പെർമനന്റ് അഡ്മിഷൻ എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ 2 രീതിയിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കാം. ഒന്ന്, ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം. അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം. ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ അതോടുകൂടി ആ കോളേജിലാണ് പിന്നീട് ക്ലാസ്സിൽ തുടരേണ്ടത്. എന്നാൽ ഹയർ ഓപ്ഷൻ നിലനിർത്തി പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ മറ്റൊരു കോളേജ് കിട്ടിയാൽ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിൽ നിന്ന് മാറണം. ഓരോ അലോട്ട്മെന്റ് കഴിഞ്ഞാലും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ നൽകുന്നതാണ്. ഓക്കെ, ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ആഫ്റ്റർ ദ സെക്കൻഡ് അലോട്ട്മെന്റ്. ഹയർ ഓപ്ഷൻ എന്ത് ചെയ്യണം? സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം ക്യാൻസൽ ചെയ്യാനുള്ള സമയം 29 മുതൽ ജൂലൈ 4 വരെയാണ്. അപ്പോൾ ജൂൺ 29 മുതൽ ജൂലൈ 2 വരെ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരം അഡ്മിഷൻ എടുക്കണം. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ മാൻഡേറ്ററി ഫീ അടച്ച ആളുകൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ മാൻഡേറ്ററി ഫീ അടക്കേണ്ട ആവശ്യമില്ല. ഒരു വട്ടം എഡിറ്റിങ്ങിനുള്ള അവസരമുണ്ട്. ജൂലൈ 3 മുതൽ ജൂലൈ 4 വരെ ഒരു വട്ടമാണ് ആ സമയത്ത് എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും. പബ്ലിക്കേഷൻ ഓഫ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് റാങ്ക് ലിസ്റ്റ് 29 പബ്ലിഷ് ചെയ്യും. കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് 29 പബ്ലിഷ് ചെയ്യും. സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് ജൂലൈ 1 പബ്ലിഷ് ചെയ്യും. അതിന്റെ അഡ്മിഷൻ നടപടികൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കമ്മ്യൂണിറ്റി ആൻഡ് സ്പോർട്സ് കോട്ട അഡ്മിഷൻ ജൂലൈ 1 ആരംഭിക്കും. ഓക്കെ, മാനേജ്മെന്റ് കോട്ട അഡ്മിഷനും ജൂലൈ 1 ആരംഭിക്കും.
ക്ലാസ് ജൂലൈ 1 ആരംഭിക്കുന്നതാണ്. തേർഡ് അലോട്ട്മെന്റ് ജൂലൈ 6 ജൂലൈ 6 പ്രകാരം 6 നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ ജൂലൈ 13 വരെ നിങ്ങൾക്ക് മാൻഡേറ്ററി ഫീ അടച്ചിട്ട് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് ക്യാൻസലേഷൻ അതുപോലത്തെ പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ തേർഡ് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ട ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാതെയും പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. ആളുകളെ അടുത്ത ഘട്ടം അഡ്മിഷൻ പ്രക്രിയയിലേക്ക് പരിഗണിക്കും. അത് കഴിഞ്ഞിട്ട് ജൂലൈ 16 മുതൽ ജൂലൈ 18 വരെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമാണ്. ജൂലൈ 23 ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എയ്ഡഡ് കോളേജുകളിലേക്ക് മാത്രം, എയ്ഡഡ് പ്രോഗ്രാമുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കോളേജിലെയും എയ്ഡഡ് പ്രോഗ്രാമിലേക്കുള്ളതാണ്. മാൻഡേറ്ററി ഫീ പേയ്മെന്റ് ആൻഡ് ഹയർ ഓപ്ഷൻ കാറ്റ അഡ്മിഷൻ ആഫ്റ്റർ ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരമുള്ള അഡ്മിഷൻ ജൂലൈ 25 വരെ നടക്കും. വൈകുന്നേരം 5 മണി വരെ ആണ്. അപ്പൊ ജൂലൈ 23 മുതൽ ജൂലൈ 25 വരെ ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരമുള്ള അഡ്മിഷൻ ആണ്. ജൂലൈ 25 സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമുകളിലേക്കുള്ള എയ്ഡഡ് കോളേജിലെയും സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. പിന്നെ ആ റാങ്ക് ലിസ്റ്റ് നിന്നായിരിക്കും സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ. സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എയ്ഡഡ് പ്രോഗ്രാമുകളിലേക്ക് ജൂലൈ 29 അതിന്റെ അഡ്മിഷൻ പ്രക്രിയ ജൂലൈ 29 മുതൽ ജൂലൈ 31 വരെ വൈകുന്നേരം 5 മണി വരെയാണ്. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാൻഡേറ്ററി ഫീ പേയ്മെന്റും ഹയർ ഓപ്ഷൻ ക്യാൻസലേഷനും അഡ്മിഷനൊക്കെ 29 മുതൽ ജൂലൈ 31 വരെയുള്ള ഡേറ്റുകളിൽ നടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗവൺമെന്റ് കോളേജിലെയും പിന്നീടുള്ള അഡ്മിഷൻ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. കൊടുത്ത ആളുകളുടെ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കോളേജിൽ നിന്നും നിങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ടായിരിക്കും അഡ്മിഷൻ. ആ റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് 3 പബ്ലിഷ് ചെയ്യും. അതിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ഓഗസ്റ്റ് 29. ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റിംഗ് സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇതിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും നമ്മൾ നൽകുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ട്രയൽ അലോട്ട്മെന്റും ഫസ്റ്റ് അലോട്ട്മെന്റിനും വേണ്ടിയിട്ട് ആദ്യഘട്ടം വെയിറ്റ് ചെയ്യുക. അതിന്റെ ഇടയിലുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കാണുന്ന ഡിഗ്രി അഡ്മിഷൻ പ്രതീക്ഷിക്കുന്ന എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഡീറ്റെയിൽ അയച്ചു കൊടുക്കണം. ഇതിൽ നമ്മളൊരു ഡേറ്റും വിട്ടുപോയാൽ അത് നമ്മളെ അഡ്മിഷനെ വരെ ബാധിക്കുന്ന ഒന്നാണ്. ഓരോ ഘട്ട അഡ്മിഷന്റെയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് യഥാസമയം എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.